ഹലോ ഹാരിയേഴ്സ്, അസ്സലാം വലൈക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ വീഡിയോ ഇടാത്തതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു നമ്മൾ രണ്ടുപേരും. ലേസായ കുട്ടിയെ ഞങ്ങൾക്ക് ഒരു ഫുഡ് ഇൻഫെക്ഷനൊക്കെ പറ്റി ഞങ്ങളാകെ കിടപ്പിലൊക്കെ ആയിരുന്നു അല്ലേ. നമ്മൾ സ്ഥിരം നമ്മുടെ വീഡിയോയിൽ നമ്മളെപ്പോഴും ഒരു പാർസൽ വാങ്ങിച്ചിട്ട് ഫുഡ് ഓപ്പൺ ചെയ്യാറില്ലേ, ആ കടയിൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ഫുഡ് കഴിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുഡ് ഇൻഫെക്ഷനായി. ആകെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലും ഒക്കെ ആയിരുന്നു. പിന്നെ കുറേ ടെൻഷൻസും കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബിസിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി നോമ്പ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ നമുക്കിങ്ങനെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു ഞാൻ ഒന്നിങ്ങോട്ട് ബ്രേക്ക് എടുക്കുകയും ചെയ്തതാണ് കേട്ടോ. ഒന്നിങ്ങോട്ട് റിലാക്സ് ആവും ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ മടുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇടാൻ ഒരുപാട് ഡിലേ ആയ കാരണം കൊണ്ട് നമ്മൾ നനച്ചുള്ളി വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നനച്ചുള്ളി പ്രമാണിച്ചിട്ട് നമ്മൾ കർട്ടനൊക്കെ അഴിച്ചിട്ട് കഴുകി അത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കർട്ടൻ ഇവിടെ വിരിച്ചിട്ടിട്ടില്ല, അത് നമുക്ക് വിരിച്ചിടണം ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ കിച്ചണിക്ക് വേണ്ടിയിട്ട് പുതിയൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിവിടെ കൊടുന്ന് വെച്ചപ്പോഴാണ് നമ്മളെ കയ്യിൽ ഓൾറെഡി ഉള്ള സ്റ്റാൻഡിൻ്റെ അതേ വലുപ്പം തന്നെ ഉള്ളൂ. ഞാൻ ഷൈജാത്താൻ്റെ വീട്ടിൽ വലിയൊരു സ്റ്റാൻഡ് കണ്ടിട്ടുണ്ട്, അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഷൈജാത്താരത്തിൻ്റെ ലിങ്ക് ചോദിക്കാം. ഇത് നമ്മളെ പുതിയ OTG ആണ് കേട്ടോ. നമ്മൾ കുറേ കാലം ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടിയ OTG ആണ്. ഇൻഷാ അല്ലാ അതിന് നല്ല റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന എയർ ഫ്രയർ ഞാൻ വർക്ക് ഏരിയയ്ക്ക് തട്ടിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ സ്വിച്ച് ബോർഡൊന്നുമില്ല. പക്ഷേ ഈ എയർ ഫ്രയർ നമ്മളെ റാക്കിൻ്റെ മുകളിൽ കാരണം എടുത്തു വെച്ച് പിന്നെ അത് എടുക്കൂല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ വർക്ക് ഏരിയയിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ അസിസ്റ്റൻറ്റ് നമ്മളെ സായിക്കുട്ടിയാണല്ലോ. മാഷാ അല്ലാ എൻ്റെ കുട്ടി നന്നായിട്ട് നമ്മളെ ഹെൽപ്പാക്കും കേട്ടോ. അവിടെ താഴെ അവൻ്റെ കുട്ടികൾ കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നീ കളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞപ്പോഴും വേണ്ട അമ്മ ഞാൻ നമുക്ക് ഹെൽപ്പാക്കാൻ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ ഇങ്ങനെ വേപ്പില ഊരിയിട്ട് കുപ്പിയിലാക്കി വെച്ച് തരാനൊക്കെ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ സവാള ഫ്രിഡ്ജിലാണ് വെക്കാറ് കേട്ടോ. കാരണം ഈ സവാള പുറത്ത് വെക്കുമ്പോഴേ പെട്ടെന്ന് കേട് വരുന്നുണ്ട്. സവാള കേടുവരാതിരിക്കാൻ വല്ല ടിപ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കൊണ്ടു കേട്ടോ. ഈ ഒരു ഷോട്ട് കാണുമ്പോൾ ഞാനും എൻ്റെ മോളും കിച്ചണിൽ ജോലി ചെയ്തിരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇനിയിപ്പോൾ അത് ഓർത്തിരിക്കാനല്ലേ പറ്റുള്ളൂ. എൻ്റെ മോളിപ്പോൾ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സെറ്റാണ്. അൽഹംദുലില്ലാ അവൾക്ക് ജോലി കിട്ടുന്നത് നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ലേ. അങ്ങനെയൊക്കെ എൻ്റെ മോളില്ലെങ്കിൽ എന്താ നമുക്ക് നമ്മളെ സായിക്കുട്ടി ഉണ്ടല്ലോ. സായിക്കുട്ടി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണെങ്കിൽ നോമ്പ് പ്രമാണിച്ചിട്ട് കുറേ സാധനം വാങ്ങിച്ചിട്ടൊക്കെ ഫ്രിഡ്ജ് ഇപ്പോൾ നമുക്ക് കൊള്ളാണ്ടായിരിക്കും കേട്ടോ. സാധനങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ സായിക്കുട്ടിൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഓനെ കളിക്കാൻ താഴെ കൂട്ടുകാർ വിളിക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ അവൻ അങ്ങോട്ട് ഓടിപ്പോയി കേട്ടോ. കണ്ടോ നമ്മുടെ കിച്ചൻ്റെ സ്ലാബും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിയായി നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ നനച്ചുള്ളി വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊന്നും ഇവിടെ ചേർക്കാം. നമ്മൾ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരാളും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ചെറിയൊരു സ്ഥലത്ത് എന്തിനാ ഒരാൾ എന്നൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലുള്ളൂ എനിക്ക് ജോലി ചെയ്യാനൊരു ഉഷാറുണ്ടാവും കേട്ടോ. പണ്ട് ഇന്നുമോളുണ്ടായിരുന്നു നമുക്ക് എല്ലാ സഹായത്തിനും. പിന്നെ ഞാനും ഇന്നുമോളും ചേർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരാളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നുമോളില്ലാത്ത സ്ഥിതിക്ക് എനിക്കൊരാളങ്ങനെ കാണാനെങ്കിലും വേണം, അപ്പോഴുള്ളൂ എനിക്ക് ഒരു ജോലി ചെയ്യാനൊരു ഉഷാറുണ്ടാവുക. പക്ഷേ ഈ നമ്മൾ ഹെൽപ്പിന് വേണ്ടി വന്ന അവരെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്ക്കില്ല കേട്ടോ. ആൾ ഭയങ്കര ഉഷാറായിരുന്നു. ആൾക്ക് പിന്നെ ഓരോ സജഷൻസും ഉണ്ട്. ഞാനിത് ഇവിടെ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയാണ് കറക്റ്റാവുക എന്ന് പറഞ്ഞിട്ട് ആൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രിഡ്ജിനൊക്കെ മൂപ്പരൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് പുതിയ വാങ്ങിച്ച പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരാളെ ഹെൽപ്പിന് വിളിച്ചിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എവിടെയും പോയിട്ട് ഇരിക്കാറൊന്നുമില്ല കേട്ടോ. അത് പണ്ട് നമ്മൾ വളാഞ്ചേരത്ത് വീട്ടിലുണ്ടായിരുന്ന സമയത്തും നമ്മൾ ആളെ വിളിച്ചാലും നമ്മളും കൂടെ നിൽക്കും. എൻ്റെ യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ വന്ന പെട്ടിയായിരുന്നു. പഠിച്ചോരെങ്കിൽ എന്നൊരു ഗോൾഡൻ പ്ലേ ബട്ടൺ വരുന്ന പെട്ടി ഇതുപോലെ തുടച്ചു വെക്കാൻ പറ്റുക എന്നറിയില്ല. ഒരുപാട് കാർഡ്ബോർഡ് പെട്ടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കളയാനുണ്ടായിരുന്നു. നമ്മളിത് പിന്നെ ആവശ്യം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് കുറേ സംഭവങ്ങൾ അങ്ങ് എടുത്തുപോലോ. പക്ഷെ എൻ്റെ ശരീരത്തെ പറയും ഒരു വർഷം ആയിട്ട് ഉപയോഗിക്കാത്ത വല്ല സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ അത് കൊണ്ട് കളയണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോളിസി പിടിച്ചിട്ട് ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കാത്ത എല്ലാ സാധനങ്ങളും ഞാൻ കണ്ണും ചിമ്പിയിട്ടാണ്ട് എടുത്ത് കളഞ്ഞു കേട്ടോ.
പിന്നെ അന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിച്ചത്. നമ്മൾ രാവിലെ മുതൽ ജോലിയായ കാരണം കൊണ്ടേ കുക്ക് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം കൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചത് കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ജോലിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിച്ചാലും പുറത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കൂലെന്നും, പുറത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് അത്രയും ഗതികെട്ടാലുള്ളൂ പാഴ്സൽ വാങ്ങിക്കുക എന്നുള്ളതും ഞാൻ ഇന്നത്തോടെ തീരുമാനിച്ചു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നപ്പോൾ വന്ന ബോധോദയാണിത് കേട്ടോ. എന്തെങ്കിലും നല്ലൊരു അടി കിട്ടുമ്പോഴാണല്ലോ നമ്മളൊരു പാഠം പഠിക്കുക. എന്തായാലും ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വിശേഷത്തിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് പ്രോസസ്സറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ സവാള, നമുക്ക് എന്ത് കുക്ക് ചെയ്യുമ്പോഴും സവാളകൾ കുറേ ആവശ്യമായിട്ട് വരുമല്ലോ. ഫുഡ് പ്രോസസ്സർ നല്ലൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഇതുള്ള കാരണം കൊണ്ട് സവാളൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. അതായത് നമ്മൾ 2 ദിവസം മുമ്പ് ഇന്നുമോളൊരു ഫ്രണ്ട് വിളിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സായിക്കുട്ടിനെ എല്ലാവരും ട്രെയിൻ ചെയ്തെടുപ്പിക്കുക കാര്യമില്ല, എന്തായാലും ഇപ്പോൾ ഇന്നുമോൾ പോലും ഇനിയിപ്പോൾ വീട്ടു ജോലിക്കൊന്നും ആരും ഉണ്ടാവില്ല, അപ്പോൾ സായിക്കുട്ടിനെ കാര്യമില്ല ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ചോദിച്ച ആൾ അടുക്കളയിൽ ഉമ്മ വെച്ചുണ്ടാക്കിയത് നേരെ മുന്നേക്ക് കിട്ടുമ്പോൾ അത് കഴിക്കുന്ന ആളായിരിക്കും. സ്വന്തം പാത്രം കഴുകി വെക്കുക പോലും അറിയാത്ത ആളായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം നമ്മൾ അടുക്കളയിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അതിപ്പോൾ ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറയാം. അപ്പോൾ നമ്മൾ പുറത്ത് ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് വരുന്ന ഇപ്പോൾ ഭർത്താവായിരിക്കാം, ആങ്ങളായിരിക്കാം, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കാം. ഇപ്പോൾ എൻ്റെ ഇന്നുമോൾക്ക് ജോലിയുണ്ട്. അപ്പോൾ ഇന്നുമോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെ ഹെൽപ്പ് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റിലല്ല ഞാനീ പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവർ സ്കൂൾ വിട്ടിട്ട് ക്ഷീണിച്ച് വരുന്ന സമയത്ത് അതുമല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു സൺഡേ ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാവരും ഒരു അവധി ദിവസം കിട്ടുമ്പോൾ റിലാക്സ് ആവാൻ ഇഷ്ടമുള്ള ആൾക്കാരാ കാര്യം. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ അടിച്ചു വാരുക, തുടക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആ വീട്ടിലത്തെ എല്ലാവരുടെയും കടമയാണ്. അതല്ലാതെ ഞാൻ എന്നിട്ട് ആ കുട്ടിനോട് പറഞ്ഞു, നമ്മൾ വീട്ടിൽ നമ്മളെ ഉമ്മാനെ സഹായിക്കുന്നതിന് അതിന് സഹായം എന്നാണ് പറയുക, അല്ലാണ്ട് ജോലി എന്നുള്ളതല്ല പറയുക. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യവും സഹായമാണെന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ വീട്ടിൽ നമ്മൾ ആരെങ്കിലും അടുക്കളയിൽ ജോലിയോ അടിച്ചുവാരിയോ തുടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരൊന്ന് സഹായിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരു മോശം ജോലിയല്ല, അതൊരു മോശം കാര്യമല്ല. അത് നമ്മളെ സ്വഭാവത്തിനെയും നമുക്ക് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണ്ട് എന്നുള്ള ആ ഒരു സാധനം ഒക്കെ കിട്ടുന്ന ഒരു പാഠമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കുട്ടികളെ ഞാൻ അടുക്കളയിൽ വേറൊരാൾ ജോലി ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അവരെ സഹായിക്കണം എന്നുള്ള പാഠം പഠിപ്പിച്ചിട്ട് തന്നെ വളർത്തുള്ളൂ. അതിപ്പോൾ ആൺകുട്ടിയാണെങ്കിലും ശരി, പെൺകുട്ടിയാണെങ്കിലും ശരി, എല്ലാവരും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മൾ വീട്ടിലുള്ള മറ്റുള്ളവരെ സഹായിച്ച് പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ. അതല്ലാതെ ഒരാൾ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണം നമ്മളവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുക, എന്നിട്ട് പാത്രം കഴുകാതെ നീട്ടി പോവുക, എനിക്ക് ആ വിധം സ്വഭാവം ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ സായിക്കുട്ടിയൊക്കെ ഇപ്പോൾ അടിപൊളി അസിസ്റ്റൻ്റാണ് കേട്ടോ. എൻ്റെ കുട്ടി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും. അവനക്ക് ഈ വർക്ക് ചെയ്യാൻ ഞാൻ അവനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവന് ഭാവിയിൽ നല്ലൊരു ആളായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഭാവിയിൽ വേറൊരാൾക്കും മോനെ കൊണ്ട് ഉപകാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അവന് എവിടെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവനക്ക് അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയില്ലാതെ ചെയ്യാനുള്ള പ്രാപ്തി ഇൻഷാ അല്ലാഹ് അവനക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അവനക്ക് അവൻ്റെ കഴിച്ച പാത്രം കഴുകി വെക്കാനറിയാം, അവൻ്റെ അലക്കാല ഡ്രസ്സുകളൊക്കെ ഇട്ടൊരു ബാസ്ക്കറ്റിലേക്ക് വെക്കാനറിയാം, ഉറങ്ങി നീക്കുമ്പോൾ പുതപ്പുകൾ മടക്കി വെക്കണം എന്നുള്ള പാഠങ്ങളറിയാം. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് കൊടുക്കേണ്ട പാഠങ്ങളാണ്. അത് നന്നായിട്ട് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതും ഒരു പാരൻസിൻ്റെ കടമയാണ്. അതല്ലാതെ നമ്മൾ കുട്ടികളല്ലേ അവർ സുഖിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട പാഠം പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഭാവിയിൽ അവരുടെ ജീവിതം തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടായിട്ട് വരിക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആളുകളുണ്ടാവും കേട്ടോ. പക്ഷെ അവർക്ക് ഒരു വീട്ടിൽ ഈ വലിപ്പൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ആരോട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. കാരണം ഈ കുട്ടികൾ തന്നെ നാളെ വളർന്ന് വലുതായിട്ടേ ഒരു ദുശീലങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ തള്ള പഠിപ്പിച്ച പഠിപ്പാണെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഈ വലിപ്പിയൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് നമ്മൾ കുട്ടികളെ എങ്ങനെയാണോ എന്താണോ നല്ല
ശീലങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നത് അത് നമ്മൾ ആരോട് ഫൈറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളത് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഭാഗം. അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ച പുതിയ ചൂലാണ് കേട്ടോ. നമ്മൾ നനച്ചുള്ളിയൊക്കെ പ്രമാണിച്ച് പുതിയ ചൂല്, പുതിയ തൊടുപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുക്കളത്തെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീടൊക്കെ തുടച്ച് നമ്മൾ ഊത് പുകപ്പിക്കാൻ പോവാണ് കേട്ടോ. ഊത് പുകപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന്, ഞാൻ എപ്പോഴും പറയാറില്ലേ, മനസ്സിന് ഭയങ്കര ഒരു ശാന്തത കിട്ടും ഇതിൻ്റെ ഒരു മണം കേൾക്കുമ്പോൾ. ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ചുരിദാറിൻ്റെ ലിങ്ക്, പിന്നെ ഈ പുകപ്പിക്കുന്ന ഈ സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഞാനിവിടെ ഒന്നില്ലെങ്കിൽ ടാഗ് ചെയ്ത് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്കുകൾ ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇത് നല്ലൊരു മണല്ല, നല്ലൊരു ഇതാണ്, നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു സമൂസ, പിന്നെ മുഹബത്ത് ക സർബത്ത് നമുക്ക് പിന്നെ വേണമല്ലോ, നമ്മൾ നോമ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ വാട്ടർ മെലൺ കട്ട് ചെയ്തതും സമൂസയും തരിക്കഞ്ഞിയും വെള്ളവും, ഇത് മതിയല്ലോ നോമ്പ് തുറക്കുമ്പോൾ അല്ലേ. നമ്മൾ ഈത്തപ്പഴം വാങ്ങിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കിനി ഈത്തപ്പഴമൊക്കെ വാങ്ങിക്കണം ഇൻഷാ അല്ലാ. പിന്നെ നമ്മളെ ഒരു ഏകദേശം ഒരു 8-8 മണി സമയമായപ്പോൾ നമ്മൾ കുറച്ച് പത്തിരി പരത്തിയിട്ട് ചുടാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് കഴിക്കാൻ നേരത്തെ ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എൻ്റെ സായക്കുട്ടി പത്തിരി ചുടുന്നുണ്ട്, ഞാൻ പത്തിരി പരത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ അരച്ചിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് ബാക്കി പകുതി നമ്മൾ തൂമിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക്, എൻ്റെ ഉമ്മച്ചി എപ്പോഴും പറയും, നമുക്ക് കറി കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയിട്ട് ഒരു പകുതി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചൂടെ, എന്നാൽ എനിക്ക് ഡെയിലി കുക്ക് ചെയ്യണ്ടല്ലോ, ബാക്കി സമയം വീഡിയോ എടുത്തൂടെ, അങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്തായാലും ഞാൻ ഇനി മുതൽ എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ ചെയ്യാൻ പോവുകയാണ്. ഇനി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 4 ഭാഗമാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഫ്രിഡ്ജൊന്ന് വലുതാക്കേണ്ടി വരും. നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പോൾ സ്ഥലമില്ലാണ്ടായിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കി. അപ്പോൾ സായിക്കുട്ടിക്ക് രാത്രി ഒരു പരിപാടി ഉണ്ട്. നമ്മൾ ഓർക്ക് സ്പ്രൈറ്റോ അല്ലെങ്കിൽ 7up പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഫ്രിഡ്ജിൽ വേണമുണ്ടോ. എന്നിട്ട് അത് രാത്രി രാത്രിയല്ല, അത് ആ സ്പ്രൈറ്റിക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കുക. ഭയങ്കര ടേസ്റ്റാണ് അതിന്. ഈ റെസിപ്പിൻ്റെ നെജി പറഞ്ഞതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ നെജിക്ക് ഇങ്ങനത്തെ ഓരോ ടേസ്റ്റി മറ്റേ റെസിപ്പീസ് കുറേ അറിയാമെന്നുള്ളത്. അങ്ങനെ ഞാൻ രാത്രി അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓവർനൈറ്റ് ഓട്സും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു. വല്ലാണ്ട് കുറച്ച് ചോറ്, അരിഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ നോമ്പായിട്ട് ഇപ്രാവശ്യം ഒരു 3-4 കിലോയെങ്കിലും കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.